സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ കൂട്ടായ്മയ്ക്ക് സ്വത്തുക്കൾ കൈവശം വെക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ നിയമങ്ങളുണ്ട്. അത് സൊസൈറ്റി ആക്ട്, ട്രസ്റ്റ് ആക്ട്, സെക്ഷൻ 8 കമ്പനി ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ 1860 ഉണ്ടാക്കിയിട്ടുള്ള സൊസൈറ്റി ട്രസ്റ്റ് ആക്ട് ഒക്കെ ഉണ്ട്. പക്ഷെ 1927 ക്രിസ്ത്യൻ റിലീജിയസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ആക്ട് ഉണ്ടാക്കിയിരുന്നു. അത് 2017 റിപ്പീൽ ചെയ്തു, അതായത് അത് പിൻവലിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ സ്വത്തുവകകളൊക്കെ, അതായത് റിലീജിയസ് സ്വത്തുവകകളൊക്കെ മാനേജ് ചെയ്യുന്നത് സാധാരണ ട്രസ്റ്റുകൾ വഴിയാണ്. അപ്പം അതിന് സർക്കാർ ഇടപെടുന്നില്ല. അതിലൊന്നും സർക്കാരിന് യാതൊരുവിധ ഇടപെടലും അവരുടെ സ്വത്തുവകകളിലോ മാനേജ്മെൻറ്റിലോ ഇല്ല. എന്തെങ്കിലും ഒരു വയലേഷൻ വന്നാൽ മാത്രമേ സർക്കാർ ഇടപെടുകയുള്ളൂ. സാധാരണ മറ്റേതു സ്ഥാപനങ്ങളെ പോലെയും ആണ് ക്രിസ്ത്യൻ മതത്തിൻ്റെ സംഗതികളൊക്കെ നടന്നു പോകുന്നത്. ദേവസ്വം ബോർഡിന് മന്ത്രിയുണ്ട്. ആ മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത് നികുതി പണത്തിൽ നിന്നുമാണ്. പിന്നെ സ്റ്റാഫുകളുണ്ട്. അങ്ങനെ നികുതി പണത്തിൽ നിന്നും ഒരുപാട് പൈസ ഈ ദേവസ്വം ബോർഡിന് പോകുന്നുണ്ട്. അതേപോലെ വഖഫ് ബോർഡിനും പോകുന്നുണ്ട്. പക്ഷേ വഖഫ് ബോർഡിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വട്ടം വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എല്ലായ്പ്പോഴും വഖഫ് എന്നുള്ളൊരു സംഗതിയാണ്. അതും മുനമ്പം വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലം വഖഫ് ചെയ്തു, പിന്നീട് അതെനിക്ക് മുത്തലാഖ് പോലെ തന്നെയുള്ളൊരു പ്രശ്നമാണിത്. നമ്മളൊരു 3 തലാഖും ചൊല്ലി പിന്നെ അവളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഈ വഖഫ് വിഷയത്തിലുണ്ട്. നമ്മളത് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് മുസ്ലിങ്ങൾ ആരാണ് വഖഫ് ചെയ്യുന്നത് അവൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നാട്ടുകാരുടെ പ്രശ്നമല്ല. നിങ്ങൾ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വഖഫായിട്ടാണെങ്കിലും നിങ്ങളുടെ പേരിലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്തത്, അത് കയ്യേറാൻ പറ്റില്ല. അത് ദേവസ്വം ബോർഡിൻ്റെതായാലും വഖഫായാലും രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയമപ്രകാരം നിങ്ങൾ രജിസ്റ്റർ ചെയ്തതായാലും ആ ഭൂമി നിങ്ങളുടേതാണ്. അത് മറ്റുള്ളവർക്ക് കയ്യേറാനുള്ള അവകാശം ഇല്ല, അത് ആരുടെ ഭൂമിയായാലും. പക്ഷെ വഖഫിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, നമ്മൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡ് ഏറ്റെടുക്കുകയാണ്. പിന്നീട് അതിൻ്റെ ഉടമസ്ഥന് അധികാരമില്ല, തിരിച്ചെടുക്കാനുള്ള അധികാരമില്ല. നമ്മൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അധികാരികൾ സെൻട്രൽ വഖഫ് ബോർഡ്, പിന്നെ സ്റ്റേറ്റ് വഖഫ് ബോർഡൊക്കെ ആയി മാറുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അതിൽ നിലനിൽക്കുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളി അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. അപ്പോൾ അതിൻ്റെ ട്രസ്റ്റികൾ അവർക്ക് വേണമെങ്കിൽ അത് ഒരു ബാറാക്കിയിട്ട് നാളെ മാറ്റാം. പക്ഷേ ഇതേ സംഗതി നമുക്ക് വഖഫ് വിഷയത്തിലും ദേവസ്വം വിഷയത്തിലും പറ്റില്ല. ദേവസ്വത്തിൽ ചിലപ്പോൾ നിയമങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. വഖഫ് വിഷയത്തിൽ ആ സ്ഥലത്തിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഒരു നിയമപരമായൊരു വിഷയമാണ്. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം അതിൻ്റെ നയം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഒരാൾ വഖഫ് ചെയ്തു, അവർ നാട്ടുകാർ വഖഫ് ചെയ്തു പള്ളിയായി, ആ നാട്ടിലുള്ള ആളുകളൊക്കെ മതം മാറി മനുഷ്യരായി മാറിയാൽ, മതം ഉപേക്ഷിച്ച് മനുഷ്യരായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ആ പള്ളിയും അവിടുത്തെ ഖബർസ്ഥാനിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ പോകുന്നു എന്നാണ് പറയുന്നത്. ചില പട്ടണങ്ങളിൽ വളരെ കണ്ണായ സ്ഥലത്ത് ആ സ്ഥലം ഒരുപാട് ജനങ്ങളൊക്കെ വന്നു പോകുന്ന സ്ഥലം വേറെ പല രീതിയിലും അത് ഉപയോഗിക്കാൻ പറ്റും. ആ സ്ഥലം അതിനിങ്ങനെ ഈ അസ്ഥികൂടങ്ങൾ വെക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ ഒഴിച്ചിടുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ സ്വഭാവം മാറ്റി അവിടെ എന്തെങ്കിലും നാട്ടുകാർക്ക് ഉപകാരമുള്ള ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ശുചിമുറിയോ ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായാൽ, അതിൻ്റെ ട്രസ്റ്റികൾക്ക് താല്പര്യമുണ്ടായാൽ അത് പറ്റില്ല. കാരണം വൺസ് വഖഫ് ആൾവേസ് വഖഫ് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മുസ്ലിങ്ങളുടെ അകത്തുള്ളൊരു പ്രശ്നമാണ്, അതൊരു നാട്ടുകാരുടെ പ്രശ്നമല്ല. തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ ഇതൊന്നും മുനമ്പം വിഷയത്തിൽ പ്രസക്തമല്ല. കാരണം അവിടെ കയ്യേറിയതാണ്. അവിടെ കയ്യേറ്റത്തിന് സർക്കാർ അനുമതി കൊടുത്തു, സർക്കാർ കരവും വാങ്ങി, നികുതിയും വാങ്ങി, ടാക്സൊക്കെ വാങ്ങി. അപ്പോൾ അത് സർക്കാരിന് പറ്റിയൊരു തെറ്റാണ്. അവിടെ കയ്യേറ്റമുണ്ട്. അത് വേറെ ഒരു കുഴപ്പം പിടിച്ചൊരു കേസാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ വഖഫ് ബോർഡൊക്കെ പറയുന്നത് അങ്ങനെ താമസിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല. അവിടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റിസോർട്ടുകാർക്കും മറ്റുമാണ് അവിടെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. അത് തികച്ചും ശരിയായ നടപടിയാണ്. നമ്മളെപ്പോഴും ഇപ്പോൾ ഹൈക്കോടതിയാണ് അവസാനം നോട്ടീസ് കൊടുത്തിരുന്ന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ പരിഗണിക്കണം, ബഹുമാനിക്കണം. കാരണം ഭരണഘടനാ നിയമം എന്നൊക്കെ പറയുന്നത് നമ്മളെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അടിസ്ഥാന ഘടകമാണ്, റോഡാണ്. അപ്പോൾ ആ റോഡുകൾ നമ്മൾ തകർക്കരുത്.
അതിനെ ബഹുമാനിക്കണം. പിന്നെ ചില സംഘികളുടെ ഉസ്താദായ സുരേന്ദ്രനുമൊക്കെ പറയുന്നത് വഖഫ് ബോർഡ് ഭരണഘടനയ്ക്ക് മുകളിലാണ്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ തെറ്റാണ്, മണ്ടത്തരമാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഉള്ളിലിടേണ്ടതാണ്. പക്ഷേ സുരേന്ദ്രനൊക്കെ എങ്ങനെയാണ് ഉള്ളിലിടാൻ പറ്റുക? കാരണം ഒരു ഭൂരിപക്ഷ തീവ്രവാദിയാണ്. സുപ്രീം കോടതി വിധി ശബരിമലയിൽ വന്നപ്പോൾ ആദ്യം അനുകൂലിച്ചു, പിന്നീട് CPM അനുകൂലിച്ചെന്ന് കണ്ടപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ അവസരമാക്കി മാറ്റി കേരളത്തിൻ്റെ തെരുവുകൾ കത്തിച്ച ഒരു മഹാഭീകരനാണ് ഈ സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രൻ അങ്ങനെ എന്തും ചെയ്യാം. സുരേന്ദ്രന് ഇന്ത്യയിലെ ഭൂരിപക്ഷം വർഗീയവാദികളുടെ സപ്പോർട്ടുണ്ട്. അവർക്ക് എന്ത് ഭരണഘടന, എന്ത് നിയമം, എന്ത് സഹിഷ്ണുത, എന്ത് മനുഷ്യത്വം. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ സഹായം തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ സഹായം കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്. വഖഫ് ബോർഡിനുള്ള അത്ര പവർ, വഖഫ് ബോർഡിനേക്കാളും പവർ ദേവസ്വം ബോർഡിനുണ്ട്. മാത്രമല്ല അവിടെ മന്ത്രിമാരൊക്കെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നതും. അതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതസ്ഥാപനത്തെയും സർക്കാർ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. അത് വഖഫ് ബോർഡായാലും ദേവസ്വം ബോർഡായാലും ചർച്ച് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച് പോലെ അല്ലെങ്കിൽ ട്രസ്റ്റ് പോലെ ആക്കി മാറ്റുക. അവർക്ക് നടത്താൻ പറ്റുമെങ്കിൽ അവർ നടത്തട്ടെ. പിന്നെ കൂടുതൽ വരുമാനം വരുന്ന സ്ഥലത്ത് നമ്മൾക്ക് അവിടെ അവർ നമ്മളുടെ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അവിടെ വരുമാനം ഉണ്ടാക്കുന്നത്. അതിന് ടാക്സ് ഏർപ്പെടുത്താം. അത് ഭീമാപള്ളിയിലായാലും ശബരിമലയിലായാലും വേളാങ്കണ്ണി കേരളത്തിലല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എവിടെ ആയാലും ടാക്സ് ഏർപ്പെടുത്തുക. ഇപ്പോൾ നികുതി ഒക്കെ ഏർപ്പെടുത്തുന്നില്ല സിനിമക്കൊക്കെ, അങ്ങനെയുള്ള നികുതി ഏർപ്പെടുത്തിയാൽ മതി. അതിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ മന്ത്രിമാരും അല്ലെങ്കിൽ ബോർഡുകളും ഒന്നും ആവശ്യമില്ല. ഇവിടെ ക്രിസ്ത്യൻ സഭകളൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ നടത്തിപ്പോക്കോട്ടെ. ഇനിയിപ്പോൾ അവർക്ക് നാളെ അതിൻ്റെ രൂപവും ഭാവമൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. അതിന് വിലങ്ങുതടിയായിട്ട് ബോർഡുകളും ഒന്നും ആവശ്യമില്ല. നികുതി പണത്തിൽ നിന്നും എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് ഇല്ലാതാവണം, വഖഫ് ബോർഡും ഇല്ലാതാവണം. അപ്പോൾ ശരി.